ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഡേ 10 ഇന്ന് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ടു രജിസ്റ്റർ യുവർ ഹോം ബിസിനസ്, അതായത് ലീഗൽ ബേസിക്സ് എക്സ്പ്ലെയിൻ, അതായത് GST ഇല്ലാതെ, നോ GST, വിത്തൗട്ട് GST നമുക്കെങ്ങനെ വീട്ടിൽ നിന്ന് ഹോം ബേസ്ഡ് ബിസിനസ് നമുക്ക് ലീഗലായിട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷനിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻറ്റിലോട്ട് പോവാം. അതായത് ഈ ബിസിനസ് ഞാൻ തുടങ്ങിയ സമയത്താണെങ്കിലും എനിക്ക് ഭയങ്കര നമുക്ക് ലീഗലായിട്ടാണോ ചെയ്യുന്നതെന്നുള്ളൊരു ഡൗട്ട്, കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാതെ ഒത്തിരി ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ടൈം ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ പോലും. സോ നിങ്ങളതൊത്തിരി GSTയുടെ പേരിലൊക്കെ സംശയപ്പെട്ട് ഇങ്ങനെ സമയം കളയാതെ, അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഐഡിയ അതിനകത്തുനിന്ന് കിട്ടി. സോ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. അതായത് നമുക്ക് GST ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈസി ടു റിമെമ്പർ ഒരു ബിസിനസ് നെയിം നിങ്ങൾ സെറ്റാക്കി വെക്കുക. ഒരു ബിസിനസ് നെയിമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് വൺ, ഹോം ബേസ്ഡ് എലിജിബിലിറ്റി നിങ്ങൾ നോക്കണം. നിങ്ങളുടെ സ്വന്തം വീടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നിങ്ങളൊരു ഫ്ലാറ്റോ അങ്ങനത്തെ ഒരു ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ എലിജിബിൾ ആണോ, ആ ഫ്ലാറ്റിൻ്റെ ഓണേഴ്സ് ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ലെന്നോ വല്ല റൂളും വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പം അല്ലെങ്കിൽ ഓണറിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് നിങ്ങളത് ഉറപ്പുവരുത്തുക, ആ ഒരു ഹോം ബേസ്ഡ് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. അടുത്ത മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ബിസിനസ് ടൈപ്പ് നമുക്ക് പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് നമ്മളാണ് അതിൻ്റെ സിംഗിൾ ഓണർന്ന് കാണിക്കാൻ വേണ്ടി, എസ്പെഷ്യലി ഹോം ബേസ്ഡ് ഇപ്പം ഒരു മെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫീമെയിൽ ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരാളുടെ പേരിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പാർട്ട്ണർഷിപ്പ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് കുറേയും കൂടെ ലീഗൽ ഫോർമാലിറ്റീസ് കൂടുന്നുണ്ട്. സോ സിമ്പിളായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ ഒരു മൊബൈൽ നമ്പർ സെപ്പറേറ്റ് നമ്മുടെ പേഴ്സണൽ അല്ലാതെ, ആളുകൾ ഇത് വൈറലാവുന്നതനുസരിച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ ആളുകൾ നമ്മുടെ കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് പെട്ടെന്ന് കോൺടാക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊടുത്തിരിക്കുന്ന നമ്പറിലായിരിക്കും വിളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മൊബൈൽ നമ്പർ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഇമെയിൽ ഐഡിയും കൂടെ നിങ്ങൾ തുടങ്ങണം. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പം ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്നാണ് ആ ഒരു നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ പേരെന്ന് വെച്ചോ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. അപ്പം അതിൻ്റെ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പറും വേണം, blackandblue@gmail.com എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ ഐഡിയും വേണം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ GST എടുക്കാത്തവർ ലീഗലായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നവർക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു രജിസ്ട്രേഷനാണ് ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മൊബൈൽ നമ്പറും വേണം, ഇമെയിൽ ഐഡിയും വേണം. ഓക്കെ, അതുപോലെ നിങ്ങൾക്കിപ്പോൾ 2 മൊബൈൽ നമ്പറൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്കിപ്പം ചിലവർ ഇപ്പം BSNL റേഞ്ച് കിട്ടാൻ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എയർടെൽ ഓരോ പാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള പ്ലാൻസൊക്കെ കൊണ്ട് 2 മൊബൈൽ നമ്പർ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൊബൈൽ നമ്പർ വേണേൽ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം ബിസിനസ് പർപ്പസ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് കൊടുക്കുക. 5ാമത്തേന്ന് വെച്ചാൽ ഓണറിൻ്റെ പേരിലുള്ള ആധാർ, അത് ഓൾറെഡി നമുക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ പാൻ കാർഡ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒഫീഷ്യൽ ഉദ്യം വെബ്സൈറ്റിൽ നമ്മൾ കയറുക. അവിടെ ഫോർ ന്യൂ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ആധാർ നമ്പർ എല്ലാം എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മുടെ OTP മൊബൈൽ നമ്പർ നമുക്ക് വെരിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഫുൾ ബിസിനസ് ഡീറ്റെയിൽസ് എന്താണ്, പേര്, നെയിം, ടൈപ്പ്, നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ അവർ ചോദിക്കുക. എപ്പോഴാണ് നിങ്ങൾ തുടങ്ങിയത്, എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റി, സർവീസ് ആണോ അതോ മാനുഫാക്ചറിങ് ആണോ അത് ഹോൾസെയിലാണോ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ അഡ്രസ്സ് എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സ് കൊടുക്കുക, ഹോം ബേസ്ഡ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടേൺ ഓവർ
എത്ര എന്നുള്ളത് എമൗണ്ട്. അപ്പോൾ അതൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് അവർ ഇത്ര തൊട്ട് ഇപ്പം 50K താഴെ അല്ലെങ്കിൽ 1 lakhന് താഴെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആദ്യം വരുന്ന നിങ്ങൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് പ്രൊപ്രൈറ്റർഷിപ്പാണ്, സിംഗിൾ ഓണർ ആണെങ്കിൽ നിങ്ങളത് വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആക്ട് അവർ ചോദിക്കുക, അതായത് മാനുഫാക്ചറിങ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ സർവീസ്, അതായത് ഈ പറയുന്നതിൻ്റെ കൂട്ട് നിങ്ങളിപ്പം ബ്രൈഡൽ അല്ലെങ്കിൽ ഒരു സലൂൺ ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ബ്രൈഡൽ മേക്ക് ഓവർ ചെയ്യാണ്. അപ്പോൾ അതൊരു സർവീസാണ്, നിങ്ങൾ പോയി ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് ചെയ്യുക. അതുപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും ചോദിക്കും. അപ്പം അത് നിങ്ങൾക്ക് റെഡിയാക്കി വെക്കാം. അതുപോലെ തന്നെ സബ്മിറ്റ് ആൻഡ് വെരിഫൈ വിത്ത് OTP, അതായത് മൊബൈൽ. അപ്പം നമുക്ക് സബ്മിറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് OTPയിൽ മൊബൈൽ വരുന്നതനുസരിച്ച് നമുക്കത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് അവർ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, 2-3 പേജ് ഉണ്ട്, കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളതൊന്ന് കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ അഡ്രസ്സിനെ പറ്റിയല്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഉദ്യം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ഉദ്യം സർട്ടിഫിക്കറ്റ് ആണ് ഏറ്റവും നമ്മുടെ പ്രൂഫ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്കൊരു കറണ്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ അതുപോലെ തന്നെ വെൻഡർ ഡീൽസ് ഹോൾസെയിലേഴ്സിനൊക്കെ കൊടുക്കാനും കാര്യങ്ങളും അവർ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ട്രസ്റ്റൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ഹെൽപ്പ് ചെയ്യുന്നൊരു ഏറ്റവും മെയിനായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് ഈ ഉദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ. അപ്പം നമുക്ക് GST ഒരു 20 lakhs ബിലോ വേണ്ട. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ കിട്ടും. അത് ഓരോരോ ഇപ്പം സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് അങ്ങനെ ഓരോരോ ഇതിന് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും പറ്റും. മെയിനായിട്ട് ഒരു 20 lakhs കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഇപ്പോൾ 1 year എടുക്കുവാണെങ്കിൽ 20 lakhsന് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ GST എടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉദ്യം സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് നമുക്ക് ലീഗലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നിങ്ങളതെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ബിസിനസ് ചെയ്യുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓളൊന്ന് ക്ലിക്ക് ചെയ്താൽ മിസ്സാവാതെ നമ്മുടെ എല്ലാ വീഡിയോസും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നമ്മൾ 1000 mistakes to avoid as a small business owner ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഫുൾ PDF വേണമെന്നുണ്ടെങ്കിൽ 1000 mistakes എന്ന് പറഞ്ഞാൽ നിങ്ങൾ DM ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.